വരൂ ചിൽഡ്രൻ. നന്നായിട്ട് ഉറങ്ങിയില്ലേ? മക്കൾ ഉറങ്ങിയില്ലേ? പിന്നെ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച്, ലഞ്ച് കഴിഞ്ഞാൽ ഡിന്നർ, ഡിന്നർ കഴിഞ്ഞാൽ നോ വയറിളക്കം. ദേഷ്യം മുഖത്താണെങ്കിലും മനസ്സ് പാവാ. ഉദാരം മതിയായ നല്ലൊരു കോടീശ്വരൻ. മുത്തമ്മ, ഞങ്ങളുടെ യസ്മാനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാച്ചാ? അബ്ദു റെഡിമാഡിയുണ്ട്. അബ്ദു റെഡിമെയ്ഡ് ആയിന്ന്. എന്റെ പറശ്ശിനി കടവ് വലിയ മുത്തപ്പ. അബ്ദു ഒറ്റക്കാണോ കിച്ചണില്? എന്നാൽ ഇന്നവൻ അയില കൊണ്ട് അവിയലുണ്ടാക്കും. എടാ അബ്ദു. എല്ലാവരും പ്രാർത്ഥിക്കൂ. പ്ലേറ്റ് മലർത്തൂ. ബ്രേക്ക്. ബോസ് ഫാസ്റ്റ് റെഡി. സോറി ബോസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഏയ്, എന്താ ഇത്? മട്ടൺ സ്റ്റൂ, ടൊമാറ്റോ സോസ്, ബ്രെഡ് ബട്ടർ ജാം, ഇഡ്ഡലി, ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയതാ. ഇതാണോ കേരള സ്റ്റൈൽ? അതെ ബോസ്. കയ്യിൽ മാത്രം പാൻറ്റിട്ടാ പോരാ, കാലിലും വേണം. കുട്ടികളുള്ള വീടാ ഇത്. സോറി ബോസ്, ഞാൻ മറന്നുപോയതാ. മറന്നുപോയി. അരണക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. കഷ്ടം. എന്താണോ തനിക്കില്ല അമ്മ പങ്കന്മാര്? ഈ സൈസ് ഇല്ല. ഇഡ്ഡലിക്ക് ജാം, സാമ്പാറിൽ മട്ടനോ? ഔ, ബ്രെഡ് ബട്ടർ മാത്രം കറക്റ്റ്. ബ്രെഡിൽ ബട്ടർ വെച്ചിട്ടുണ്ട്. ഇതെന്താ ടൂത്ത് പേസ്റ്റോ? ഇതെന്തൊരു കോമ്പിനേഷൻ എന്റെ മുത്തപ്പ. അഡ്ജസ്റ്റ് ചെയ്യാം. വേം വിളമ്പടോ. യെസ് ബോസ്. മോൾക്ക് നെയ് റോസ്റ്റ് റെഡി. ഇതെങ്ങോട്ട് പോയി? ഈശ്വര, ടേബിൾ ഷീറ്റ് ആണല്ലോ. ടേബിൾ ഷീറ്റ് ആണോ നേരോസ്റ്റാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നേ? ഞാൻ നെയ് റോസ്റ്റ് മടക്കി പ്ലേറ്റില്. അയ്യോ, അപ്പൊ ടേബിൾ മാറ്റ് ആണെന്ന് വിചാരിച്ച് നെയ് റോസ്റ്റ് ആണോ മടക്കി വാഷിംഗ് മെഷീന് തള്ളിയത്? താനാ വാഷിംഗ് മെഷീൻ നെയ് റോസ്റ്റ് ഉണക്കാനിട്ട്. ഇത് ഞാൻ വിളമ്പിക്കോളാം. ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് വിളമ്പാനും അറിയാം. താൻ ഇനി വിളമ്പിയ ബോസിന്റെ വായിന്ന് വിളമ്പ്. ബോസിന്റെ വായിന്ന് വിളമ്പാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. താൻ ശ്രദ്ധിച്ചാ ബോസ് ഛർദ്ദിക്കും. ബോസ് ഛർദ്ദിക്കാൻ നോക്കണം, നിന്റെ ഡ്യൂട്ടി. ബോസ് ഛർദ്ദിക്കാൻ നോക്കാൻ ഞാൻ ഗേലക്കൊലിച്ചാണോ? ആകാരത്തിന് മുന്നിൽ തെറി പറയുമ്പോൾ അന്നമടക്കിന്റെ പാപ്പ. പാപ്പനെ പറഞ്ഞ നീ വിവരം അറിയും. നീ മക്കളെ, നിങ്ങൾ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുകയാണോ അതോ ഭക്ഷണത്തിൽ കുളിപ്പിക്കുകയാണോ? എന്താണ് ഈശ്വര എന്റെ സർവീസ് നന്നാവുക? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ലോൺ കഴിക്കുന്നുണ്ട് ബോസ്.